വിശ്വനാഥൻ. വരണം മിസ്റ്റർ രാഗം വൈദ്യനാഥൻ. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അതെ, ഒരിക്കലും കാണാമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ്. പക്ഷേ ഒരിക്കൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതും നിങ്ങൾ ഇവിടേക്ക് വരുത്താൻ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എനിവേ, വന്നതിന് നന്ദി. പ്ലീസ് വിശ്വം, ഒരിക്കൽ നീ എന്റെ മകളുടെ ജീവിതം തൊലച്ചു. ആ ഷോക്കിൽ നിന്നും അവളെ രക്ഷപ്പെടുത്താൻ ഞാൻ ഒരുപാട് പണിപ്പെടേണ്ടി വന്നു. ഒരു പുതിയ ലക്ഷ്യം, ഒരു പുതിയ സ്വപ്നം, എല്ലാമായി അവൾ ജീവിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ അവളുടെ ജീവിതം തുലയ്ക്കരുത്, അല്ലേ? ആ, അതുകൊണ്ട് എത്രയും വേഗം ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണം, അല്ലേ? 8 വർഷം നാട്യശ്രീ നേടാനുള്ള തപസ്യയുമായി തന്റെ മകൾ അഹോരാത്രം അധ്വാനിച്ചപ്പോ അത്രയും നാൾ തന്റെ മകൾ ഒരു പുല്ലും നേടരുന്ന എന്റെ വാശിയെയും പകയും ഞാൻ ചാരായം കൊടുത്ത് വളർത്തുകയായിരുന്നു. ആ ലക്ഷ്യം നേടുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വരെ വന്നത്. എന്നിട്ട് താൻ ഇവിടെ വന്ന് എന്നോട് തന്നെ മുതലക്കണ്ണീര് കാണിക്കുമ്പോ അത് കണ്ട് ഞാൻ തിരിച്ചു പോകുന്ന താൻ കരുതുന്നെങ്കിൽ മിസ്റ്റർ വൈദ്യനാഥൻ, ഐ മസ്റ്റ് കാൾ യു ആൻ ആസ്, ആൻ ഇഡിയറ്റ്, എ ഫൂൾ. വിശ്വം, വൈദ്യനാഥൻ നല്ല വഴിയും ചീത്ത വഴിയും അറിയാം. നിങ്ങളെ കുറിച്ച് ഇനി എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് നല്ലോണം അറിയാം. ഇനിയും ഒന്നും ഞാൻ വളച്ചു കിട്ടുന്നില്ല. നീയും നിന്റെ മകനും ഇവിടുന്ന് പോകാൻ ഞാൻ എന്ത് തരണം? എന്തു ചോദിച്ചാലും തരാൻ തയ്യാറാണോ? അതെ, എനിത്തിങ്. ഈ ലോകത്തുള്ള എന്തും. ലക്ഷങ്ങൾ വേണം, കോടികൾ വേണം, എന്റെ കൊട്ടാരം വേണം, അതെന്റെ ജീവൻ തന്നെ വേണം. എന്ത് വേണം? ടെൽ മീ, വാട്ട് ഓൺ ദി എർത്ത് യു വാണ്ട്? എനിക്ക് വേണ്ടത് നിങ്ങളുടെ മകൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ നാട്യശ്രീ പദമാണ്. അതെനിക്ക് വേണം. എന്തിനെന്നോ, പിച്ചു ചീന്ത് നിങ്ങളുടെയും അവരുടെയും മുഖത്തെറിയാൻ, എറിഞ്ഞിട്ടൊന്ന് കാറി തുപ്പാൻ. എന്നിട്ട് ഞാൻ പോവാം. അല്ലെങ്കിൽ ടേക്ക് മൈ ചാലഞ്ച്. എന്റെ സംഗീതത്തെ തോൽപ്പിച്ച് ചുണയുണ്ടെങ്കിൽ അവൾ നാട്യശ്രീ ആവട്ടെ. എന്റെ സംഗീതത്തിന് മുമ്പിൽ അവളുടെ ചിലങ്കകൾ താളം പിടിക്കട്ടെ, അവളുടെ ചുവടുകൾ നൃത്തം വയ്ക്കട്ടെ. എന്റെ സ്വരമോ അവളുടെ ചിലങ്കയോ ആദ്യം നിശബ്ദമാകുന്നോ നമുക്ക് കാണാം. എന്നിട്ട് ഞാൻ പോവാം. എന്നൊരു സ്വരം പോലും അവസരത്ത് കൂടാതെ മൂടാൻ കഴിയാത്ത നിനക്ക് വിദ്വാൻമാര് പോലും തോറ്റുമടങ്ങിയ എന്റെ മകളുടെ കാൽച്ചിലങ്കിയുടെ ഒരു മണിയുടെ താളം തെറ്റിക്കാൻ കഴിയുമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ഐ മസ്റ്റ് കോൾ യു ഫൂൾ. അത്രയ്ക്ക് ധൈര്യമുള്ള സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട എന്റെ അമ്മാവൻ, എക്സ്ക്യൂസ് മീ, എക്സ് അമ്മാവൻ, ഇറങ്ങി പോടോ പുല്ലേ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത്. നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. നോ, ഐ കാണ്ട്. വിശ്വം പാടിയാൽ എനിക്ക് നൃത്തം ചെയ്യാനാവില്ല. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? വിശ്വത്തിന്റെ സംഗീതമോ, അവനേക്കാൾ എത്രയോ ജ്ഞാനികളുടെ സംഗീതം നിന്റെ ധൃത നടനത്തിന് മുമ്പിൽ തോൽവി സമ്മതിച്ചിട്ടുള്ളതാണ്. പിന്നാണ് അവനും ചാരായം കൊണ്ട് ദ്രവിച്ചവന്റെ സംഗീതവും. വിശ്വത്തിന്റെ സംഗീതത്തിന് നിന്റെ വിരൽത്തുമ്പുകളെ പോലും തളയ്ക്കാൻ സാധ്യമല്ല. ജ്ഞാനികളുടെയും മഹാവിദ്വാൻമാരുടെയും സംഗീതത്തിന് ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ വിശ്വത്തിന് കഴിയും. വിശ്വത്തിന്റെ സംഗീതത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ചെന്നി, നിന്റെ സ്വകാര്യ ജീവിതം മുഴുവൻ തകർത്തെറിഞ്ഞിട്ട് പോയ അവനെ നീ തീഷ്ണമായ തപസ്യയിലൂടെ നേടാൻ ശ്രമിക്കുന്ന കലാജീവിതത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. ഇല്ല, വിശ്വം എന്നെ തകർത്തിട്ടില്ല. ഞാനാണ് വിശ്വത്തിന്റെ ജീവിതം തൊലച്ചത്. ഇന്നവൻ നിന്റെ ആരുമല്ല. അതെ, വിശ്വ എന്റെ ഭർത്താവാണ്. ആബന്ധം കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല. നിയമപരമായിട്ടാണെങ്കിൽ ഇന്ന് ഞാൻ ആ മുദ്രപത്രത്തിന്റെ ഒരു വശത്ത് ഒപ്പിട്ടിട്ടില്ല. മാനസികമായിട്ടാണെങ്കിൽ എന്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് എന്റെ വിശ്വം. അതുകൊണ്ട് മാത്രമാണ് ആ നാദം കേട്ടാൽ, സ്വരം കേട്ടാൽ എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞത്. ഇല്ല, ഞാനത് അനുവദിക്കുകയില്ല. ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു. നിനക്കതിനെ എന്റെ സ്വാർത്ഥതയെന്നോ ക്രൂരതയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്റെ തീരുമാനം ഈ കൊട്ടാരത്തിലെ കരിങ്കൽ കെട്ടുകളെക്കാൾ ഉറച്ചതാണ്. നിന്റെ വിശ്വമല്ല, ഈ വിശ്വമണ്ഡലം മുഴുവൻ എതിർത്താലും ഞാൻ പിന്നോട്ട് പോയില്ല. ഈ വീടിന്റെ മുമ്പിൽ ഒരു പന്തൽ ഉയർന്ന് നിന്ന് കണ്ടു കാണും. ഈ നാടിന്റെ, ഈ കൊട്ടാരത്തിന്റെ, നിന്റെ അച്ഛന്റെ, മരിച്ചുപോയ നിന്റെ അമ്മയുടെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്ന ആ ദിവസം ആഘോഷിക്കാൻ വേണ്ടി ഞാൻ കെട്ടുന്നതാണ് ഈ പന്തൽ. നിന്റെ തീരുമാനം എന്തായാലും ആ പന്തലിൽ ആഘോഷം നടക്കും. ഒന്നുകിൽ നിന്റെ നാട്യശ്രീ പട്ടം ഞാൻ ആഘോഷിക്കും, അല്ലെങ്കിൽ എന്റെ 16 അടി യന്ത്രം നീ ആഘോഷിക്കും.
ഞാനാണ് ജനനി. പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചു. എന്തേ ഇത്ര താമസിച്ചെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഇന്ന് നീ വന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടം വരെ വന്നത് വെറുതെ ആകുമായിരുന്നു. ഒരുപാട് കുടിക്കുമല്ലേ? സുഖമാണോ? അസുഖമൊന്നുമില്ല. നിനക്കോ? പഴയ ആ ശബ്ദം, ആ ഗാംഭീര്യം എല്ലാം മാറിപ്പോയി. പക്ഷെ ആ വാശി അത് മാറിയിട്ടില്ല. ആ ഈഗോ അത് മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടുമില്ല, ഒന്നും മറന്നിട്ടുമില്ല. എങ്കിൽ ഞാനിവിടം വരെ വരില്ലായിരുന്നല്ലോ. 8 വർഷത്തെ എന്റെ എല്ലാം മറന്നുള്ള തപസ്യയിലൂടെ ഞാൻ എന്തെല്ലാം നേടണമെന്ന് ആഗ്രഹിച്ചുവോ അതെല്ലാം തകർത്തെറിയാൻ വേണ്ടിയാണ് വിഷം വന്നിരിക്കുന്നതല്ലേ? അതെ. എന്നിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. എല്ലാം മറന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എത്ര നാളായെന്നറിയാമോ ജനനി, ഞെട്ടിയുണരാതെ ഞാനൊന്ന് ഉറങ്ങിയിട്ട്. കണ്ണടച്ചാൽ നീ, നിന്റെ നൃത്തത്തിന്റെ ജ്യതി, നിന്റെ ചിലങ്കയുടെ ശബ്ദം എല്ലാം എന്നെ അസ്വസ്ഥനാക്കും. സ്വപ്നത്തിന്റെ അവസാനം നീ നാട്യശ്രീയാവുന്നത് ഞാൻ കാണും. ഞാൻ ഞെട്ടിയുണരും, വിയർക്കും. അത് സംഭവിക്കാൻ പാടില്ലെന്ന് എല്ലാ രാത്രികളിലും ഞാൻ തീരുമാനമെടുക്കും. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് വിശ്വം. എനിക്കൊന്നും വേണ്ട. വിശ്വത്തിന്റെ സംഗീതത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷെ വിശ്വത്തിന്റെ ശബ്ദത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയും. ആ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന പഴയ ഓർമ്മകൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് തോൽക്കാൻ തയ്യാറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കൊന്നും വേണ്ട. സ്ഥാനവും പദവിയും ബഹുമതിയും ഒന്നും വേണ്ട. എനിക്കെന്റെ മോനെ വേണം. അത് മാത്രം മതി എനിക്ക്. ഞാൻ തോറ്റുതരാൻ തയ്യാറുമാണ് വിശ്വം. വേണ്ട, അങ്ങനെ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് വിജയിക്കണ്ട. ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ യുദ്ധത്തിലൂടെ അത് നേടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീ തോറ്റു തന്നാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. നിനക്ക് തോറ്റു തരണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് 8 വർഷം മുമ്പാകാമായിരുന്നു. ഇപ്പൊ എവിടെ നിന്ന് ഈ പുതിയ ബന്ധവും സ്നേഹവും ഒക്കെ? ഒരിക്കൽ ബന്ധങ്ങളെക്കാൾ വില നീ നൃത്തത്തിന് കൊടുത്തു. ഇപ്പൊ നൃത്തത്തെക്കാൾ വില ബന്ധങ്ങൾ കൊടുക്കുന്നു. ഈ അഭിപ്രായം നാളെ മാറിക്കൂടുന്നില്ലല്ലോ. പ്ലീസ് ജനനി, നമ്മൾ പരസ്പരം സ്നേഹിച്ചിട്ടില്ല. എന്റെ സംഗീതത്തെ നീയും നിന്റെ നൃത്തത്തെ ഞാനും ആരാധിച്ചിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തു. എ കൈൻഡ് ഓഫ് അഡ്മിറേഷൻ. പിന്നീട് ആരുടെ കഴിവാണ് വലുത്, ആരാണ് വലുത് എന്നായി. ഐ മീൻ ഈഗോ. എന്റെ അഹന്തയെ നീയും നിന്റെ അഹന്തയെ ഞാനും വകവെച്ചു തന്നില്ല. അന്ന് ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ പിരിയില്ലായിരുന്നു. ഇന്ന് നീ എനിക്ക് ആരുമല്ല. എങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഇന്നും നിന്റെ നൃത്തത്തിന്റെ ആരാധകനാണ്. ആ അഡ്മിറേഷൻ കൂടെ നശിപ്പിച്ചാൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ആരുമല്ല. അത് സംഭവിക്കരുത്. യു ഷുഡ് ഡാൻസ്. നീ നൃത്തം ചെയ്യണം, ചെയ്ത് ജയിക്കണം, നാട്യശ്രീയാവണം. രാജ്യത്തെ ഏറ്റവും വലിയ നർത്തകിയുടെ അച്ഛനെന്നുള്ള പദവി സംഗീതരത്നം രാഗം വൈദ്യനാഥിന് വാങ്ങിക്കൊടുക്കണം. പക്ഷേ നീ വാങ്ങില്ല. ഞാനതിന് അനുവദിക്കില്ല. ഇറ്റ്സ് മൈ ചാലഞ്ച്. ആക്സെപ്റ്റ് ഇറ്റ്. ഇല്ല, എനിക്കൊന്നും വേണ്ട. എനിക്കെന്റെ മോനെ മാത്രം മതി. പ്ലീസ് വിശ്വം, എനിക്കെന്റെ മോനെ മാത്രം മതി. ഇല്ല, ഞാൻ അവനെ തരില്ല. അവൻ എന്റെ ജീവന്റെ അംശമാണ്. എന്റെ സംഗീതത്തിന്റെ പൂർണ്ണതയാണ്, ശക്തിയാണ്. ഞാൻ അവന്റെ അമ്മയല്ലേ? അത് പണ്ടേ ആലോചിക്കേണ്ടതായിരുന്നു. വിശ്വം, ഒരു പഴയ ഭാര്യ എന്ന കൺസിഡറേഷനെങ്കിലും. നോ, ആരുടെയും അപേക്ഷകൾ സ്വീകരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നാളെ രാത്രി എനിക്കൊന്ന് ഉറങ്ങണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് പ്ലീസ്. നിൽക്ക്. നിനക്കെന്റെ മോനെ വേണോ അല്ലേ?
പഴയ ഭാര്യ എന്നുള്ള കൺസിഡറേഷൻ തരാം. നാളെ എന്റെ സംഗീതത്തിന് മുമ്പിൽ നിനക്ക് നൃത്തം ചെയ്ത് ജയിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ മോനെ നിനക്ക് കൊണ്ടുപോവാം. എന്താ, സമ്മതമാണോ? ഇത് അവസാനത്തെ തീരുമാനമാണോ? അതെ. എനിക്ക് സമ്മതമാണ്. കണ്ടു അല്ലേ? ഉം. ഒരുപാട് സംസാരിച്ചു അല്ലേ? ഉം. അവന്റെ സംഗീതത്തിന്റെ മുമ്പിൽ നിനക്ക് നൃത്തം ചെയ്യാനാവില്ലെന്ന് വീമ്പിളക്കിയല്ലേ? ഉം. സ്വീകരിച്ചോ അതോ? സ്വീകരിച്ചു. വിശ്വത്തിനെ തോൽപ്പിച്ച് അഹങ്കരിക്കാനല്ല, നാട്യശ്രീ ആകാനുള്ള ആഗ്രഹം കൊണ്ടല്ല. അച്ഛനെ സന്തോഷിപ്പിക്കാനോ കുടുംബത്തിന് അന്തസ്സുണ്ടാക്കാനോ അല്ല. ജയിച്ചാൽ മാത്രമേ എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് മാത്രം. മ്യൂസിക് ആൻഡ് ഡാൻസ്. വീരമണി, പുരുഷു அந்த കാള നിന്റെ തന്ത അപ്പാവ് ചൊന്ന 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 അപ്പാവ് ചൊന്ന ഒന്നുമില്ലേ, എന്നെ ചൊന്ന ഉറച്ചിടുവേ. തല്ലടാ തല്ല്. ഒരിക്കലും നിന്നെ ഇനി കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, അതും ഇങ്ങനൊരു വേളയിൽ. നടന്നതും നടക്കുന്നതും ഇങ്ങ നടക്ക പോറതും എല്ലാം ആരും പ്രതീക്ഷിക്കാത്തതാണടാ പുരുഷു. എന്റെ സംഗീതം, ഞാൻ പഠിപ്പിച്ച, ഞാൻ താലോലിച്ച, ഞാൻ വളർത്തിയ എന്റെ മാത്രം സംഗീതം. മുദ്രകൾ തെറ്റരുത്, ചുവടുകൾ പതറരുത്. നൃത്തം ചെയ്യൂ, നീ തോൽക്കരുത്. നിന്നിലെ പ്രേമഭാവമോ ഒടുവിലെന്റെ ഹൃദയ തീരമണയുമഴകിത് ഷൺമുഖ പ്രിയരാഗമോ.
ഒടുവിലെന്റെ ഹൃദയ തീരമണയുമഴകിത് ഷൺമുഖ പ്രിയരാഗമോ പ്രിയരാഗമോ Thank you.